കോഴിക്കോട് വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക്. പാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയ പല പദ്ധതികളും 9 വർഷം കൊണ്ട് സർക്കാർ നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിക്കലും നടപ്പാവില്ലെന്ന് കരുതിയ പല പദ്ധതികളും 9 വർഷം കൊണ്ട് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 50 വർഷം കൊണ്ട് പോലും നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ പദ്ധതികളാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് സർക്കാർ നടപ്പാക്കിയത്. അതിൽ പ്രധാന പദ്ധതിയാണ് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ എത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഗെയിൽ വാതക പൈപ്പ് ലൈനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അവസാനം പറഞ്ഞ രണ്ടും പൂർത്തിയായി. ഒന്നിലൂടെ വാതകം പ്രവഹിക്കുന്നു, മറ്റൊന്നിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ദേശീയപാത ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വിജയകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതിലൂടെ വാണിജ്യ, കാർഷിക, വിനോദസഞ്ചാര മേഖലകൾക്ക് വലിയ കുതിപ്പുണ്ടാവും. ചരിത്രപരമായും പാരിസ്ഥിതികമായും സംരക്ഷിക്കപ്പെടേണ്ട മേഖലയാണ് വയനാട്. ജനജീവിതവും ജീവനോപാധികളും സംരക്ഷിക്കപ്പെടണം. ഭൂമിയിലെ വിഭവങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ വരും തലമുറയ്ക്ക് കൈമാറുക എന്ന സുസ്ഥിര വികസന മാതൃകയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബി വഴി നടപ്പാക്കി വരുന്നു. ദേശീയപാത ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബി വഴി അനുവദിച്ച 5,600 കോടി രൂപ വായ്പയായി നൽകണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി. കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കുമെന്ന് കേന്ദ്രം നിലപാടെടുത്തു. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതവും വായ്പാ പരിധിയുമാണ് കേന്ദ്രം നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന വികസനത്തിന് ചെലവിടേണ്ട തുകയാണ് കേന്ദ്രം നിഷേധിക്കുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയെ താർക്കാൻ കഴിയില്ല എന്ന് നിലവന്നപ്പോൾ ഓരോ ക്ഷേമ പദ്ധതി, വികസന പദ്ധതി, ഇതിനെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, OR കേളു, MLA മാരായ ലിൻഡോ ജോസഫ്, T സിദ്ദിഖ്, PT റഹീം തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.